പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം പ്രേമാശ്രുവാ പരിപൂർണമേ സ്വരഭാജനം കരുണാനിധേ സത്യം പ്രഭരിത തത്വം മമ ഹൃദയ ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം ഭജനാർപ്പണം ഗോപാംഗരാഗാപരിപൂജനം ചലനങ്ങളുടെ സദാ ശരീരാലയം മമ സർവസർവസ്വമാത്മാർപ്പണം കൃഷ്ണം ഗോപീവിലോലം മനസാ സ്മരാമി കരിസതി സഗരിതി സാനിധ മഗനിധ മഗരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി നിധ മപ സഗരി ഗമനീനി സഗരി സഗരി സനിധ മനി സനിധ മഗമഗരി സഗരി ഗമനി മാനി ഗമഗരി മനി മനി ദിസരി സത്യം പ്രഭരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം ോദയം അവരൂപമടിയന്റെ ദീപാങ്കുരം തിരുനീലഴക്കാർന്ന ഹരിചന്ദനം മമ മാറിലണിയാൻ ഗതിയാകണം കൃഷ്ണം ഇതെന്റെ കീർത്തനമാണ്. ഇത് ഞാൻ മോഷ്ടിച്ചതാണ്. ഒരു അവസരം കിട്ടിയ ഞാൻ ഇനി എന്താ കൃഷ്ണപാട്? അയ്യോ, ഇത് ഇന്നലെ രാത്രി എനിക്ക് എന്റെ കിടക്കയിൽ കിട്ടിയതാ. ഇവരുടെ കീർത്തനം എങ്ങനെയാ എന്റെ കിടക്കയിൽ വന്നത്? ഇവരിന്നലെ അതിലാണോ കിടന്നുറങ്ങിയത്? ഒന്നുകളെയും ഞാൻ നീ എന്ത് കരുതിയിട്ടാടി വരുമ്പോഴേ അവിടെ കിടന്ന് തുള്ളിയത്? ദാനധർമ്മം നടത്താൻ നീ ആരടി? രാമായണത്തിലെ സീതയോ? വരുന്നവർക്കും പോകുന്നവർക്കും ഓരോന്ന് ചുരുട്ടിക്കൊടുത്ത് ഒരുക്ക ഉണ്ടാക്കിയെടുത്ത മാനവും അങ്ങ് ചുരുട്ടിക്കൊടുത്തു അല്ലേ? ചെണ്ടമേള മുറുകണ ലക്ഷണം. ഇപ്പൊ കിടക്ക വാങ്ങാൻ എനിക്കിട്ട് രണ്ട് തരാനും അയാൾ മടിക്കില്ല. ഇങ്ങനെ തല്ലാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താണ്ടായേ? ഇതിലും വലുതിന് എന്തുണ്ടാവാനാ? പ്രശ്നം ഇപ്പൊ കീർത്തനല്ല, കിടക്കയാ. ഇതിപ്പം മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കിയാലോ? പോയി കണ്ടുപിടിച്ച് അവരിട്ട് രണ്ട് പൂച്ചടാ. സാരമില്ല മോളെ, ഒന്നും സാരമില്ല. ഈ ബഹളമൊന്നും നീ കാര്യാക്കണ്ട. അച്ഛനയാളെ തല്ലിക്കോ? തല്ലിക്കോട്ടെ, തിരിച്ചു തല്ലി കിട്ടുമ്പോ വേണ്ടാന്ന് വെച്ചോളൂ. നീ എഴുതിയെടുത്ത ഒരു 4 വരി ആ കുട്ടി പാടിപ്പോയെന്ന് വെച്ച് നീ എന്തിനാ മോളെ അവനെ ചിത്രവധം ചെയ്തത്? അസലായി പാടിയെന്നാ ഞാൻ കേട്ടത്. നേരാണോ?
എന്റെ പേര് ബാലേന്ദ്രൻ. നിങ്ങളുടെ മകൾ എഴുതിയെടുത്ത കീർത്തനം എന്റെ കയ്യിലാണ് വന്ന് പെട്ടതും ഞാനാണത് പാടിയതും. അതിന് ആ കുട്ടി എങ്ങനെ ഇട്ട് തല്ലി നിലവിളിപ്പിക്കുന്നത് കഷ്ടാണ്. അവള് നിലവിളിച്ചാ നിനക്കെന്തോന്നാടാ ചൂലേ? ഞാൻ ചെയ്തു പോയ ഒരു തെറ്റിന് നിങ്ങളുടെ മകളെ ഇങ്ങനെ തല്ലി നിലവിളിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെന്നോട് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ആരാണെങ്കിലും അതേ പറയൂ. പരിഭ്രമത്തിനിടയിൽ ഞാനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുപോയി. അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കാം. ഇവനാള് കൊള്ളാലോ. ഇവൻ കൊണ്ടു തന്ന ഈ മാപ്പെടുത്ത് തേച്ചു കഴിയാലേ നമ്മുടെ നാടക്കേട് പോകൂടാ മക്കളെ. അവനെ വിളിച്ച് പുറത്താകാം. വേണ്ട, വന്ന വഴി എനിക്കറിയാം. ഞാൻ തന്നെ പൊയ്ക്കോളാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഗുരുവായൂർ വന്നത്. സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകണമെന്നുണ്ട്. ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. വാടാ. അവനാണ് ആൺകുട്ടി. അച്ഛനും മക്കളും കണ്ടു പഠിക്കട്ടെ. ഒക്കെ ചുരുട്ടിക്കൊണ്ട് വന്നപ്പോ അതിനകത്ത് ഇങ്ങനെ ഒരു മൂർഖമ്പാമ്പുണ്ടാവുമെന്ന് ഞാനും അറിഞ്ഞില്ല. കുഞ്ഞിനോട് ആരാ അതെടുത്ത് കഴുത്തിലിടാൻ പറഞ്ഞത്? മനസ്സിൽ പിടിച്ച ഒരു കീർത്തനം കയ്യിൽ കിട്ടിയാല് സംഗീതം പഠിച്ച ആരും അതെടുത്ത് പാടിപ്പോവില്ല ചേട്ടാ. അത് പഠിക്കലും എന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ. ചേട്ടനാ കിടക്ക് തിരിച്ചു കൊടുത്തോ? നല്ല കഥ. ആദ്യം ചുരുട്ടിയെടുത്ത് ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം. എന്നെ കൊത്തിയരിഞ്ഞ് വെയിലത്ത് വെച്ചുണക്കി നാരാക്കി ആ കിടക്കയിൽ തന്നെ അയാൾ നടക്കും. കഴുത്തിലെ മാലയിൽ ഗുരുവായൂരപ്പന്റെ ഒരു ലോക്കറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അകത്തയാൾ ഒരു പിശാച. സത്യം പറഞ്ഞ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ ഇവൻ നമ്മളെ വിളിച്ച അയാളെ നെഞ്ചത്തേക്ക് പോയത്? ഇവൻ ശരിക്കും ആരോടെ മാപ്പ് പറയേണ്ടത്? ആ ഉണ്ണിയാർച്ചോട്. അതിവൻ ചെയ്തോ? ആ പറഞ്ഞാൽ കാര്യമുണ്ട് ബാലേന്ദ്ര. സൗകര്യം കിട്ടുമ്പോ ആ കുട്ടിയോട് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ ഒരു നിർമാല്യം തൊഴുന്ന സുഖം കിട്ടും. ഉത്സവം കഴിയുന്നതോടെ ഈ ബഹളം അങ്ങോട്ട് തീരും. പിന്നെ ആര് പാടിയാലെന്താ, ആര് കിടക്ക വിരിച്ചാലെന്താ? പാഹി രാമ പ്രഭു പാഹി ഭദ്രാദ്രി വൈദേഹി രാമ പ്രഭു പാഹി രാമ പ്രഭു പാഹി രാമ പ്രഭു പാഹി ഭദ്രാദ്രി വൈദേഹി രാമ പ്രഭു പാഹി രാമ പ്രഭു. ഇന്ദിരാ ഹൃദയാര വിന്ദാതിരൂഢ സുന്ദരാകാരനാനം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അച്ഛനോട് പേര് പറഞ്ഞപ്പോ ഒരുപക്ഷെ കേട്ട് കാണും. ബാലേന്ദ്രൻ. എന്നോടുള്ള ദേഷ്യം തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. ഞാൻ പാടിയതിന്റെ പേരിൽ ഒരുപാട് തല്ല് കിട്ടിയല്ലേ? കരയുന്നത് കേട്ടു. പാടി കയ്യടി വാങ്ങിയ ആൾക്ക് കരച്ചിൽ കേട്ടപ്പോഴൊന്ന് കയ്യടിക്കായിരുന്നില്ലേ? നല്ല സാമർഥ്യം. വീട്ടിൽ വന്ന് വലിയ ആണത്തം കാട്ടി മാപ്പ് പറഞ്ഞ എല്ലാ തെറ്റും ഇല്ലാതായിരുന്ന വിചാരം? മാപ്പ് പറയുന്ന ആണത്വം അല്ലടോ, മനുഷ്യത്വ. ഞാൻ ഇത്തിരി മനുഷ്യത്വം കാണിച്ചു എന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ മനുഷ്യന്മാരെ കാണാത്തോണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല. അത് സാരമില്ല, ഞാൻ ക്ഷമിച്ചു. എല്ലാ കാര്യങ്ങളും എന്നോട് ഷാരടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നക്ഷത്രത്തിന്റെ പേരാണെന്ന് വരെ പറഞ്ഞു. അരുന്ധതി എന്നല്ലേ പേര്? ഈ അരുന്ധതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അരുന്ധതി നക്ഷത്രം ആര് കാണുന്നുവോ അയാൾക്ക് പിന്നെ 6 മാസത്തേക്ക് മരണമില്ല അത്രേ. മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കണ്ടതുകൊണ്ട് എന്റെ ആയുസ് 6 മാസം നീട്ടിക്കിട്ടി. അതും ഒരു മഹാഭാഗ്യാണേ. സത്യം പറയാലോ, ഗുരുവായൂർക്ക് പുറപ്പെടുമ്പോ ഏതെങ്കിലും ഒരു കീർത്തനം പാടണമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത്ര ഭംഗിയായ ഒരു കീർത്തനം വീണ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിയാണ്, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അബദ്ധമായും തോന്നിയതും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു പോയതും. സാരമില്ല, പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോ ഞാനും ഒന്ന് ഉരുണ്ട് കളിച്ചു. അരുന്ധതിയുടെ അച്ഛനത് നാണക്കേടായി. ഏതായാലും ഇപ്പോഴാണ് സമാധാനമായത്. ഒരാളെങ്കിലും നല്ല മുഖം തന്ന് പറയാനുള്ളത് കേട്ടല്ലോ. എന്തോ ഒരു നല്ല കാര്യത്തിനാണ് ഗുരുവായൂർ വന്നതെന്ന് അച്ഛനോട് പറയുന്നത് കേട്ടു. ഇനി ഇതും മനസ്സിലിട്ട് നടന്ന് ആ നല്ല കാര്യം കളയണ്ട. എനിക്ക് ഇതുവഴി പോയാൽ എളുപ്പം വീട്ടിലെത്താം. പോട്ടെ. എന്താണ് ഇവിടെ? ഒന്നുമില്ല. എടുത്ത് പൊളിക്കണവനെ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ ആ കുട്ടിയോട് എന്റെ പെങ്ങളോട് സ്വീകരിക്കാൻ നീ ഏത് കോലത്തെ കടുവന്നവനാണ്?
ഓടി രക്ഷപ്പെട്ടോളൂ. ഓടി രക്ഷപ്പെടാൻ ഞാൻ എന്റെ പിന്നാക്കാ ചെയ്തത്. നമ്മൾ തമ്മിലൊന്നും തന്നെ വേണ്ട. വേണ്ട. വേണ്ട